എന്നോട് മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും ഗ്ലോയി ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഒരു വീഡിയോസിലും ഞാൻ പറയാത്ത കുറച്ച് ടിപ്സൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യലാണ്, ബിക്കോസ് ഞാൻ പോകുന്നത് ഫുൾ ഫേസ് യൂസിങ് ഓൺലി ഷാർലറ്റ് ടിൽബറിയുടെ പ്രോഡക്ട്സ്. ഇന്ന് നമ്മളെ സ്കിൻ ലൈക്ക് ഗ്ലോയി ഫ്രഷ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇഫ് യു ഗൈസ് ലൈക്ക് ലൈറ്റ് വെയ്റ്റ് മേക്കപ്പ്, ഇഫ് യു ലവ് നാച്ചുറൽ ഗ്ലോ, ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. വീഡിയോ ഇസ് എ ബിറ്റ് ലെങ്തി, സോ റിലാക്സ്, ടീ എടുത്തിരുന്ന് കാണാം കേട്ടോ. ആൻഡ് ഓൾസോ സപ്പോർട്ട് മീ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഐഡിയും എല്ലാം ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി ഫോളോ ചെയ്യാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യേണ്ടത്. അതിന് ഞാൻ യൂസ് ചെയ്തത് ഷാർലറ്റ് ടിൽബറിയുടെ തന്നെ ഫേസ് ക്ലെൻസറാട്ടോ. ആദ്യം ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഷാർലറ്റ് ടിൽബറിയുടെ മാജിക് സെറമാണ്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ പ്രെപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ഷാർലറ്റ് ടിൽബറി സെറം. ഈ സെറം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിൻ പ്ലംപ് ചെയ്യും, ഇൻസ്റ്റൻറ്റ് ഗ്ലോവും തരും. ടെക്സ്ചർ ലൈറ്റ് വെയ്റ്റ് ആണ്, സ്റ്റിക്കി ഫീലിംഗ് ഒന്നുമില്ല. ഞാൻ ഫേസ് ഫുള്ള് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ചീക്ക് ആൻഡ് ഫോർഹെഡ് ഏരിയ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സ്കിൻ പ്രെപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കണം. കാര്യം ഞാൻ അധികം ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല. അപ്പം നമ്മൾ കൂടുതൽ സ്കിൻ പ്രെപ്പ് ചെയ്ത് അത്ര ഭംഗിയായിരിക്കും നമ്മുടെ മേക്കപ്പൊക്കെ കാണാൻ. സെറം യൂസ് ചെയ്യുന്നത് എന്താണെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്നത് മുൻപായിരിക്കണം. സ്കിൻ ഡീപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് സെറം. മോയ്സ്ചറൈസർ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിൽ വർക്ക് ചെയ്യുന്നു, ബട്ട് സെറം സ്കിന്നിൻ്റെ ഉള്ളിൽ പോയി ഹൈഡ്രേഷനും ഗ്ലോയും റിപ്പയറും എല്ലാം ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും സെറമായിരിക്കണം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഷാർലറ്റ് ടിൽബറിയുടെ മാജിക് സെറത്തിൻ്റെ ടെക്സ്ചർ വെരി ലൈറ്റ് വെയ്റ്റ് ആണ്, സ്റ്റിക്കി അല്ല, ഹെവി അല്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് അബ്സോർബ് ആയി പോകും കേട്ടോ. ഓയിലി സ്കിന്നാണെങ്കിലും ഇത് കംഫർട്ടബിൾ ആയിരിക്കും. സെറം നമ്മളൊരു 2 to 3 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ. സെറം നമ്മൾ കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട, ഒരു 2 to 3 ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഈ സെറം യൂസ് ചെയ്യുമ്പം. ഈ സെറം ശരിക്കും മോർണിംഗിലും യൂസ് ചെയ്യാം, നൈറ്റിലും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. റെഗുലർ യൂസ് ചെയ്താൽ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, സെറം സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് പോലെയാണ്. സ്മോൾ സ്റ്റെപ്പാണ്, ബട്ട് റിസൾട്ട് ബിഗ് ആണ്. അപ്പം നെക്സ്റ്റ് മാജിക് ക്രീം. ഈ ക്രീം ഷാർലറ്റ് ടിൽബറിയുടെ ബ്രാൻഡിൻ്റെ ഐക്കോണിക് പ്രോഡക്റ്റാണ്. ഈവൻ ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും ഈ ക്രീം സ്കിന്നിനെ സ്മൂത്ത്, ഫ്രഷ്, ഹെൽത്തി ലുക്ക് തരും. ഞാൻ സ്മോൾ എമൗണ്ട് എടുത്ത് ചീക്ക്, ചിൻ, ഫോർഹെഡ് എല്ലാം ഇവൻലി സ്പ്രെഡ് ചെയ്യുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഫിൽറ്റർ എവിടെയോ ഇരിക്കണ്ട, എൻ്റെ സാമ്പിൾ എനിക്ക് കിട്ടിയത്. ബട്ട് ഇപ്പം ഞാൻ ആ ഫിൽറ്റർ ഇടുന്നില്ല, എന്ന് കണ്ടുപിടിക്കാനൊക്കെ മടിയാവുന്നുണ്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യണം. സോ നമ്മൾ മാജിക് സെറം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ, പ്രൈമർ, സ്കിൻ സ്മൂത്തർ ആക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ പാച്ചി ഫീലൊന്നും കിട്ടില്ല, ലൈൻസ് ഹൈലൈറ്റ് ആകില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാജിക് ക്രീം പെർഫെക്റ്റ് ആണ്. നോർമൽ സ്കിൻ ആണെങ്കിൽ ഒരു തിൻ ലെയർ മതി. ഓയിലി സ്കിൻ ആണെങ്കിൽ വെരി ലിറ്റിൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം, എസ്പെഷ്യലി ടീ സോണിൽ. പിന്നെ മോർണിംഗ് ടൈമിലും യൂസ് ചെയ്യുമ്പോൾ മേക്കപ്പ് ബേസ് ബ്യൂട്ടിഫുൾ ആവും. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്താൽ നെക്സ്റ്റ് ഡേ സ്കിൻ സോഫ്റ്റ് ആയിട്ട് കാണും കേട്ടോ. സോ ഇത് ഡേ യൂസിനും നൈറ്റ് യൂസും നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ക്രീം സ്കിന്നിൻ്റെ ഗ്ലോ വെരി നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. ഫിൽറ്റർ ഓൺ ചെയ്തതുപോലെ കേട്ടോ, ഒരു ഹെൽത്തി സ്കിൻ ഗ്ലോ ആണ് തരുന്നത്. നെക്സ്റ്റ് പറഞ്ഞ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത ഡേയ്സിൽ പോലും, ഈവൻ ഫിൽറ്റർ യൂസ് ചെയ്യാത്ത ഡേയ്സിൽ പോലും ഈ മാജിക് ക്രീം മാത്രം യൂസ് ചെയ്താൽ മതി. സ്കിൻ ഓൾറെഡി ഒരു ഗുഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. സെറം പ്ലസ് ക്രീം കഴിഞ്ഞാൽ സ്കിൻ ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആയ ഒരു പ്ലംപ് ആവും, റെഡി ഫോർ അവർ മേക്കപ്പ്. ഞാൻ യൂസ് ചെയ്യണത് ഷാർലറ്റ് ടിൽബറിയുടെ ബ്ലഷാണ്. ബ്രോൺസർ യൂസ് ചെയ്യുന്നൊന്നുമില്ല. സോ നമുക്ക് ബ്ലഷ് യൂസ് ചെയ്താൽ ഒരു ഷാർപ്പ് ലുക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഐ ആം യൂസിങ് ഷാർലറ്റ് ടിൽബറിയുടെ ബ്ലഷ് വാൻഡ്. സ്മോൾ ഡോട്ട്സ് ഒക്കെ മതി കേട്ടോ, ബിക്കോസ് പ്രോഡക്റ്റ് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് കുറേ എടുത്തൊന്നും നിങ്ങൾ അബദ്ധവശാൽ എടുക്കരുത് ഈ പ്രോഡക്റ്റ്. ചീക്സിൻ്റെ ആപ്പിൾ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു ആൻഡ് ജെന്റ്ലി അപ്വേർഡ് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഈ ബ്ലഷിൽ സ്കിന്ന് മെൽറ്റാവും, വെരി നാച്ചുറൽ ഫിനിഷൊക്കെ കിട്ടും കേട്ടോ. ആൻഡ് ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് ഇതിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെനിഫിറ്റിൻ്റെ ഇതാണ്. അത് ഭയങ്കര നാച്ചുറൽ ഫീലിംഗ് തരും. എക്സ്ട്രാ ഗ്ലോ വേണമെങ്കിൽ എന്താ നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടത് ഹൈലൈറ്റർ ആണല്ലേ. ഹൈലൈറ്റർ കൂടുതൽ യൂസ് ചെയ്താൽ ഗ്ലോ ഒന്നും കിട്ടില്ല, ഒരു ഷൈൻ മാത്രമേ കാണൂ. സോ ഞാൻ ഓൾവേസ് വെരി ലിറ്റിൽ എമൗണ്ട് യൂസ് ചെയ്യും. 1 ഡോട്ട് പെർ സൈഡ് മതി കേട്ടോ. പിന്നെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് ചീക്ക് ബോൺ, സ്മൈൽ ചെയ്തിട്ട് ടോപ്പ് പാർട്ടിൽ, നോസ് ബ്രിഡ്ജിൽ വെരി ലിറ്റിൽ, നോസ് ടിപ്പിൽ സ്മോൾ ഡോട്ട്, ക്യൂബിറ്റ്സ് ബോയിൽ ലിപ്സ് പോപ്പ് ആക്കാനും, പിന്നെ ഐബ്രോ ബോണിൽ ഐ ഏരിയ ഒന്ന് ലിഫ്റ്റ് ആക്കാനും അവിടെയൊക്കെ ആയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഞാൻ അവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സാണ് ബെസ്റ്റ്. ടാപ്പ് മോഷനിൽ ബ്ലെൻഡ് ചെയ്യണം.
പിന്നെ റബ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും. ടാപ്പ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് സ്കിന്നിലേക്ക് ഇങ്ങനെ മെൽറ്റ് ആവും. ഈ ഗ്ലോ പാർട്ടി ഗ്ലോ അല്ല കേട്ടോ, ദിസ് ഇസ് ഡേ ടൈം ഫ്രണ്ട്ലി ഗ്ലോ ആണ്. സൺലൈറ്റിൽ നിന്നാൽ സ്കിൻ ഹെൽത്തി ആയി ഷൈൻ ചെയ്യും. ക്യാമറയിൽ ഫേസ് വെരി ഫ്രഷ് ആയിട്ടും കാണും. ഇന്ന് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നില്ല, സോ ക്രീം ഹൈലൈറ്റർ ആയിരിക്കും ബെസ്റ്റ്. പൗഡർ ഹൈലൈറ്റർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡ്രൈ പാച്ചസ് ആയിരിക്കും കേട്ടോ വിസിബിൾ ആകും. ബട്ട് ഈ ഹൈലൈറ്ററിന് ഒരു സ്മൂത്ത് ഫിനിഷാണ് തന്നത്. ഫെയർ സ്കിൻ, മീഡിയം സ്കിൻ, ഒരു വീറ്റിഷ് സ്കിൻ, എല്ലാ സ്കിൻ ടോണുകൾക്കും ഈ ഷെയ്ഡ് സ്യൂട്ട്. ഓവർ ആക്കണില്ല, ഒരു ആഷി ലുക്കൊന്നും വരില്ല. ഇഫ് നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്ലോ വേണമെങ്കിൽ മാജിക് ക്രീമിൽ സ്മോൾ ഡ്രോപ്പ് ഹൈലൈറ്റർ മിക്സ് ചെയ്ത് ചീക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. സൂപ്പർ മോഡൽ ഗ്ലോ ആയിരിക്കും അത് തന്നത്. ഇവിടെ കാജലാട്ടോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. ഞാൻ കാജൽ പൊതുവേ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഞാൻ താഴത്ത് കണ്ണെഴുതുമ്പോൾ ഞാൻ താഴത്ത് എഴുതാറില്ല കേട്ടോ, ഞാൻ പൊക്കത്ത് മാത്രമേ എഴുതാറുള്ളൂ. ഇത് കുറച്ച് ഡാർക്കായിട്ട് നല്ല ഡാർക്ക് ഐലൈനറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിങ് ആണെങ്കിൽ വിങ്ങൊക്കെ വരക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. ഈ മസ്കാര ലാഷസിന് ലെങ്ത്ത് തരും, വോളിയം തരും, ക്ലംബി ഒന്നും ആക്കിയൊന്നുമില്ല കേട്ടോ. ഒരു അപ്പർ ലാഷസിൽ ഒരു 2 കോട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് നമുക്ക് മോസ്റ്റ് സാറ്റിസ്ഫൈങ് സ്റ്റെപ്പ് അല്ല, എല്ലാ ഗേൾസിൻ്റെയും ഫേവറേറ്റ് എന്ന് പറയാം, ഒരു ഗുഡ് ലിപ്പ് മേക്കപ്പ് ചെയ്താൽ ഫുൾ ഫേസ് ലുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ലിപ്പ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലിപ്സ് ഡ്രൈ ആണെങ്കിൽ ലൈറ്റ്ലി ബാം അപ്ലൈ ചെയ്ത് വൈപ്പ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു ലിപ് ബാം യൂസ് ചെയ്തേക്കണം. സ്മൂത്ത് ലിപ്സിലാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താൽ ഫിനിഷും പെർഫെക്റ്റും ആവും. ഐ എം യൂസിങ് ഷാർലറ്റ് ടിൽബറി ലിപ് ചീറ്റ്. ഈ ലിപ് ലൈനർ വെരി ഫേമസ്. ഇതെന്തുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടമെന്ന് അറിയാമോ? വെരി ക്രീമി, സ്മൂത്ത് ആപ്ലിക്കേഷനും അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്. ലിപ് ലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഓവർ ലൈൻ ഹെവി ആക്കണം എന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നാച്ചുറൽ ലിപ് ഷേപ്പ് ഫോളോ ചെയ്യുന്നു. ക്യൂപിഡ്സ് ബോയിൽ സ്ലൈറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നു. ബോട്ടം ലിപ് ലൈനിൽ സെൻട്രൽ പാർട്ടിൽ ലിറ്റിൽ ബിറ്റ് ഔട്ട്ലൈനും ചെയ്യും, ലിപ്പ് ഫുള്ളറായി കാണാൻ. ഈ ലിപ് ലൈനർ ഫുൾ ലിപ്സിൽ ഫിൽ ചെയ്ത ലിപ്സ്റ്റിക് ലോങ് ടൈം സ്റ്റേ ചെയ്യും ആൻഡ് കളറും ഫെയ്ഡ് ആകില്ല. അതൊരു ചെറിയൊരു ടിപ്പാട്ടോ. നെക്സ്റ്റ് വന്നത് ഷാർലറ്റ് ടിൽബറിയുടെ ലിപ്സ്റ്റിക് ആണ്. ഇവരുടെ ലിപ്സ്റ്റിക് ഒക്കെ ഒരു ക്രീമി ഫിനിഷ്, ലിപ്സും ഡ്രൈ ചെയ്യില്ല, ഒരു കംഫോർട്ടബിൾ ആട്ടോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ഈ ലിപ്സ്റ്റിക് ഡയറക്റ്റ്ലി ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് ഔട്ട് സൈഡിൽ സ്പ്രെഡ് ചെയ്യുന്നു. 1 കോട്ട് ഇനഫ്. ശരിക്കും ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് സ്പ്രെഡാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ എൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് ചെയ്തതാണ്, പക്ഷേ നമ്മൾ ലിപ്സ് എപ്പോഴും അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. 1 കോട്ട് ഇനഫാണ് കേട്ടോ ഫോർ നാച്ചുറൽ ലുക്ക്. ഒരു ഫുൾ ഗ്ലാം വേണമെങ്കിൽ 2nd കോട്ടും അപ്ലൈ ചെയ്യാം. ഈ കളർ ഡെയിലി വെയറിന് പെർഫെക്റ്റ് ആണ്. മേക്കപ്പ് ലൈറ്റ് ആണെങ്കിലും ഹെവി ആണെങ്കിലും ഈ ഷെയ്ഡ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നൗ ഫോർ ദ ജ്യൂസി ഫിനിഷ്. അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജ്യൂസി ഫിനിഷ് എന്ന് വെച്ചാൽ നല്ല ഗ്ലോയി ഒരു ഫിനിഷ് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മളൊരു ഗ്ലോസ് യൂസ് ചെയ്യണം. അപ്പം ലിപ്സ് ഇമ്മീഡിയറ്റ്ലി പ്ലംപായിട്ട് കാണും. ഈ ഗ്ലോസ് സ്റ്റിക്കി അല്ല, ഹെവി ഫീൽ ഇല്ല, ഷൈൻ പെർഫെക്റ്റ് ആണ്. ഗ്ലോസ് അപ്ലൈ ചെയ്യുമ്പോഴും ഒൺലി സെൻറ്റർ പാർട്ടിലാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫുൾ ലിപ്സിൽ അപ്ലൈ ചെയ്താൽ ലുക്സ് മെസ്സി ആകും. ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. സെൻറ്ററിൽ അപ്ലൈ ചെയ്താൽ സെൻറ്ററിൽ അപ്ലൈ ചെയ്താൽ ലിപ്സ് ഫുള്ളറായിട്ടും കാണും കേട്ടോ. അപ്പം ലിപ്പ് ലൈനർ, ലിപ്സ്റ്റിക്, ഗ്ലോസ് കഴിഞ്ഞാൽ ലുക്സ് ഡിഫൈൻഡ്, പ്ലംപ്, ഹെൽത്തി. ഈ ലിപ് കോംബോ വെരി എലഗൻ്റ് ആണ്. നോട്ട് ലൗഡ്, നോട്ട് ഡൾ. പെർഫെക്റ്റ് ഫോർ ഡേ ഔട്ടിങ്സ്, പാർട്ടീസ്, ഈവൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. സോ നൗ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. സ്കിൻ റെഡി ആണ്. ഐസ് ഡൺ, ലിപ്സ് ഡൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, സെറ്റിംഗ് സ്പ്രേ. I am using Charlotte Tilbury Airbrush Flawless Setting Spray. ഈ സ്പ്രേ ഷാർലറ്റ് ടിൽബറിയുടെ ബ്രാൻഡിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. മെനി പീപ്പിൾ തിങ്ക് സെറ്റിംഗ് സ്പ്രേ ഓപ്ഷണൽ ആണെന്ന്. ഈവൻ ഞാനും അങ്ങനെയാണ് ഇത് കിട്ടണം വരെ വിചാരിച്ചത്. ബട്ട് ഹോണസ്റ്റ്ലി പറഞ്ഞാൽ എക്സ്പെഷ്യലി പൗഡർ യൂസ് ചെയ്ത ഡേയ്സിൽ സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മേക്കപ്പ് എല്ലാം ലോക്ക് ചെയ്യും, സ്കിൻ നാച്ചുറലായി സെറ്റ് ചെയ്യും, മേക്കപ്പ് ഫ്രഷ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഫേസിൽ നിന്ന് ലിറ്റിൽ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. എക്സ് ഷേപ്പിലും T ഷേപ്പിലും ചെയ്താൽ നല്ലതാണ്. ഒരു 2 to 3 സ്പ്രേയിൽ മതി. സ്പ്രേ അപ്ലൈ ചെയ്തതിന് ഉടനെ മേക്കപ്പ് സ്കിന്നിൽ സെറ്റാവും. പൗഡറി ലുക്കില്ലാക്കി ഇക്കി ഫീൽ ഇല്ല. സ്കിൻ ഫ്രഷ് ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ടും കാണും. ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്താൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ആയിട്ട്
ലോങ് ലാസ്റ്റും ചെയ്യും. അതേപോലെ ഹീറ്റിലും ഹ്യൂമിഡിറ്റിയിലും മേക്കപ്പ് മെൽറ്റ് ആവുമൊന്നുമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്ലോ ഇല്ല, അത് ഡിസ്റ്റർബും ചെയ്യില്ല. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എനിക്ക് ഈ വീഡിയോയിൽ അത്ര അറിയാനുണ്ടാകുന്ന അറിയില്ല, ഇത് ഭയങ്കര രസമായിട്ടാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഫ് നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക, എന്നാലേ എനിക്ക് വേറെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റിൽ പറയൂ കേട്ടോ, നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണം എന്നൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.